ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജൂനിയർ പ്ലംബർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിൽ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് മേസൺറി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും തന്നെ ക്ലാസ്സസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരിക. അതായത് നമ്മൾ ക്ലാസ്സസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൺസെപ്റ്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് തിയറീസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ സീരീസിൽ ബാക്കി പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം പോവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ഫോർ ദി സിമെന്റ് ഇൻ സ്റ്റോറേജ് ആഫ്റ്റർ 3 months എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. 48% സ്ട്രെങ്ത് കിട്ടും, 85% സ്ട്രെങ്ത് കിട്ടും, 75% സ്ട്രെങ്ത് കിട്ടും, 60% സ്ട്രെങ്ത് കിട്ടും. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മന്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 months ആണ്. അപ്പൊ നമുക്ക് സിമെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാലം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്തായിട്ട് പറയുന്നുണ്ട്, കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന സമയത്ത് 100% സ്ട്രെങ്ത് ഉള്ള സംഭവം ഓരോ മാസം കഴിയുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത്തിന് ഒരു കുറവ് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, സിമെന്റ് റിസീവ് ഫ്രം ദ ഫാക്ടറി എന്ന് പറയുന്നത് 100% സ്ട്രെങ്ത്തിലായിരിക്കും. 3 മാസം കഴിയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് എത്രയായിട്ട് മാറും? 85% മാറുന്നതായിട്ട് കാണാം. ഇനി 6 മാസം കഴിയുമ്പോഴോ 75%, 1 year കഴിയുമ്പോൾ 60%. ആഫ്റ്റർ 2 year സ്റ്റോറേജ് ഇത് 48% കുറയും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ സിമെന്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് ചോദ്യം എന്താണ് വന്നിരിക്കുന്നത്? 3 മാസത്തെ ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ 3 months എന്ന് പറയുമ്പോൾ സിമെന്റിന്റെ സ്ട്രെങ്ത് എത്രയായിട്ട് മാറും? 85% മാറുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആരും തെറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാവരും കൃത്യമായി തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴായിട്ട്. കാരണം ഇവിടെ ഒരു 5 പോയിന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഏരിയ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ബ്രിക്ക് ഈസ്, ദ ആവറേജ് വെയിറ്റ് ഓഫ് ബ്രിക്ക് എത്രയാണ്? ഒരു സിമെന്റ് ബ്രിക്കിന്റെ ആവറേജ് വെയിറ്റ്. അപ്പൊ നമുക്ക് സിമെന്റ് ബ്രിക്ക്, മേസൺറി സെക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പൊ എന്താണ് ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? 3 to 3.5 kilogram ആണ്. അപ്പൊ ഇത് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് ബ്രിക്ക് നമുക്ക് മാറ്റം വരും. കാരണം നമ്മൾ തന്നെ കൺവെൻഷണൽ ടൈപ്പ് ബ്രിക്ക് പഠിച്ചു, അതുപോലെ തന്നെ നോമിനൽ സൈസ്, സ്റ്റാൻഡേർഡ് സൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൺവെൻഷണൽ സിസ്റ്റത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് വെയിറ്റിന് മാറ്റം വരാം. എന്നാലും നമ്മൾ ആവറേജ് വെയിറ്റ് എടുക്കുന്ന സമയത്ത് എത്രയാണ്? 3 to 3.5 kilogram ആണ്. വലിയ ഡിഫിക്കൽട്ട് ലെവൽ ഇല്ലാത്ത ചോദ്യമാണ്. ദ ഫോളോയിങ് ഈസ് എ റിവേഴ്സ്ഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് ഡച്ച് ബോണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ പുതിയ സിലബസിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കി പോവാം. കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് ആണ് കറക്റ്റ് റിവേഴ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്, ബോത്ത് എ ആൻഡ് ബി എന്തിലേക്ക് വരാം? ആൻസറിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ തിയറി ഇട്ടുണ്ട്, ഈ PDF ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്? മേസൺറി ടൈപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു 90% ചാൻസസ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ വരും. കാരണം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആയിട്ട് കാറ്റഗറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷന്റെ റേറ്റ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് പഠിക്കുന്നുണ്ട്, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലുള്ള ഏരിയ ആണ്. 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മേസൺറി സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഏരിയ ഒരു എന്താ പറയുക, ഒരു ഷുവർ ഷോട്ട് ഏരിയ ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊള്ളാം. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല, 105 kg/cm² ആണ്. എല്ലാത്തിനും ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഒരു സ്ക്വയർ ഉണ്ട്. ജസ്റ്റ് നോട്ട് ദാറ്റ്, kg/cm² കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര സ്ട്രെങ്ത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കുക. kg/cm² ആണ്. ഇവിടെ എന്താണ് ആൻസർ വരിക? 105 kg/cm² ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക. 105 kg/cm². 105 kg/cm². ക്ലിയർ? ഓക്കെ, നോട്ട് ചെയ്യാം കേട്ടോ. 105 kg/cm². ഓക്കെ ആണല്ലോ? ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരുന്ന കാര്യങ്ങളില്ല. ഈ 3 വാല്യൂസ് ഓർത്തിരിക്കുക. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ എന്ന് പറയുന്നത് 105 kg/cm², ആണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് 70 kg, തേർഡ് ക്ലാസ് ബ്രിക്ക് ലെസ് ദാൻ 35 kg/cm², ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ കംപ്രസ് സ്ട്രെങ്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നോട്ട് ലെസ് ദാൻ 105 kg/cm², സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് നോട്ട് ലെസ് ദാൻ 70 kg/cm², തേർഡ് ക്ലാസ് ബ്രിക്ക് ലെസ് ദാൻ. ഓക്കെ, ഇവിടെ നോട്ട് ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഉണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇവിടെ 34 ഒക്കെ തന്നിട്ട് ഏതാണ് വാല്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റേ രണ്ട് സ്ഥലത്ത് മിനിമം വാല്യൂ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഇത്ര വേണം, 105 വേണം. ഇവിടെ മിനിമം 70 വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ, ക്ലിയർ. ചില ക്വസ്റ്റിന് 34 തന്നിട്ട് 34 kg/cm² ഏത് ക്ലാസ് ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് ആൻസർ വരിക, തേർഡ് ക്ലാസ് ബ്രിക്ക് ആണ് ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which plaster thickness if of not more than 25 mm finish surface resemble very much as marble finish? ഇവിടെ നമ്മൾ ഒരു കീവേഡ് ആണ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കീവേഡ് ആണത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മാർബിൾ ഫിനിഷ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്, മാർബിൾ ഫിനിഷ്. ഓക്കെ, ഈ മാർബിൾ ഫിനിഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഏതാണ്, സ്റ്റുക്കോ പ്ലാസ്റ്റർ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം. സ്റ്റുക്കോ പ്ലാസ്റ്റർ. ക്ലിയർ. അപ്പൊ ഇതാണ് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് മാർബിൾ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്, അവിടെ സ്റ്റുക്കോ പ്ലാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ വിച്ച് പ്ലാസ്റ്റർ തിക്നെസ് നോൺ മോർ ദാൻ 25 mm ഫിനിഷ് സർഫേസസ് റിസംബിൾ വെരി മച്ച് ആസ് മാർബിൾ ഫിനിഷ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്റ്റുക്കോ പ്ലാസ്റ്റർ ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അപ്പൊ എന്താണ് സ്റ്റുക്കോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുക്കോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫിനിഷ്, ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്ററിംഗ് മെത്തേഡ് ആണ്. ഓക്കെ, ഒരു ഡെക്കറേറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫിനിഷ് ഓൺ ദ എക്സ്റ്റീരിയർ ഓഫ് ബിൽഡിംഗ്, എസ്പെഷ്യലി ഇൻ മെഡിറ്ററേനിയൻ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ബേസിക്കലി ആ കാര്യം മാത്രമേ നമുക്ക് അവിടെ ലീവ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം കംപ്രസ് സ്ട്രെങ്ത് ഓഫ് തേർഡ് ക്ലാസ് ബ്രിക്ക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, 34 kg/cm². ഓക്കെ, സ്ക്വയർ ഉണ്ട്, 34 kg/cm². ക്ലിയർ. ഇവിടെ മാക്സിമം കംപ്രസ് സ്ട്രെങ്ത് ഓഫ് തേർഡ് ക്ലാസ് ബ്രിക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം കംപ്രസ് സ്ട്രെങ്ത് ഓഫ് തേർഡ് ക്ലാസ് ബ്രിക്ക്. ഓക്കെ, അപ്പൊ ലെസ് ദാൻ 35 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 34 is the right answer in these options. Next, which type of bricks are used in constructions such as bridges, storage building, etc. ഏതാണ്, ഹെവി ഡ്യൂട്ടി ബ്രിക്ക് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരും. ഹെവി ഡ്യൂട്ടി ബ്രിക്കുകളാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ആൻസർ ആയിട്ട് വരിക എന്നുകൂടെ ഓർത്തിരിക്കുക. ഈ പറയുന്ന ഫയർ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂട് കൂടുതൽ സ്റ്റാൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഫയർ ബ്രിക്കുകൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് യൂസ് ടു സെറ്റിംഗ് ഔട്ട് ആൻഡ് ചെക്കിംഗ് ഫോർ സ്കോർനേഴ്സ് വിത്ത് എയ്ഡ് ഓഫ് സ്ട്രെയിറ്റഡ് ഓർ പ്ലംബർ. ഇത് ഒരു മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് എക്സ്പെക്ടഡ് ആൻഡ് മോസ്റ്റ് ഡൗട്ട്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് വിത്ത് ദ എയ്ഡ് ഓഫ് സ്ട്രെയിറ്റഡ് ഓർ പ്ലംബ് റൂൾ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ചെക്കിംഗ് ഫോർ സ്ക്വയർനെസ് വിത്ത് ദ എയ്ഡ് ഓഫ് എ സ്ട്രെയിറ്റഡ് ഓർ പ്ലംബ് റൂൾ. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. മേസൺ സ്കോർ എന്താ പഠിച്ചിട്ടുണ്ട്, ട്രൈ സ്കോർ എന്താന്ന് പഠിച്ചിട്ടുണ്ട്, ബിൽഡേഴ്സ് സ്കോർ എന്താ പഠിച്ചിട്ടുണ്ട്, ബിൽഡ് സ്കോർ എന്താ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രം ദിസ് ഫിഗർ നമുക്ക് കാണാം ഇത് ബിൽഡേഴ്സ് സ്കോർ ആണ് ആൻസർ വരിക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വെടിപ്പായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എക്സാക്ട് നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഓഫ് ദ ചെക്കിംഗ് ഫോർ സ്ക്വയർനെസ് വിത്ത് ദ എയ്ഡ് ഓഫ് സ്ട്രെയിറ്റഡ് ഓർ പ്ലംബ് റൂൾ. ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ബിൽഡേഴ്സ് സ്ക്വയറിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അതുപോലെ കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നു കിടക്കുന്നത്. അവിടെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ബിൽഡേഴ്സ് സ്കോർ ആയിരിക്കും അവിടെ ആൻസർ വരിക എന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഗ്രേഡ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് കൺഫോമിംഗ് IS 12269 എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഇസ് ദ ഗ്രേഡ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് കൺഫോമിംഗ് IS 12269. ഓക്കെ, അപ്പൊ 53 ഗ്രേഡ്, 43 ഗ്രേഡ്, 33 ഗ്രേഡ് ആൻഡ് 63 ഗ്രേഡ് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് IS കോഡുകൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ സിമന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് 2 എണ്ണമാണ് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് 12269 ആണ്, ദാറ്റ് ഈസ് ഫോർ 53 ഗ്രേഡ്. ആ 2 അത് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. IS 12269 ഫോർ 53 ഗ്രേഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് ആൻഡ് 33 ഗ്രേഡ്. ഓക്കെ, അപ്പൊ ഈ 2 വാല്യൂസ് കൃത്യമായി തന്നെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മുമ്പ് ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പ് 53 ചോദിച്ചിട്ടുണ്ടെങ്കിൽ
തവണ ചിലപ്പോൾ 33 ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. 43യുടെ വാല്യൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് ലീവ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൃത്യമായി ഓർത്തിരിക്കാം. 53 ഗ്രേഡിന് 1269 ആണ്. ഒരുപാട് തവണ കണ്ടിട്ടുള്ള ചോദ്യവും ഏതാണ് 53 ഗ്രേഡിന്റേതാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ബോണ്ട് ഓഫ് ബ്രിക്സ് ആർ ലേഡ് ക്രോസ് വൈസ് വിത്ത് 5 സെന്റിമീറ്റർ ലാപ്പ് ഈച്ച് കോഴ്സ്? 5 സെന്റിമീറ്റർ ലാപ്പാണ്. അപ്പൊ നമ്മൾ ഒന്ന് എങ്ങനെ വെക്കാം? അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് ഇവിടെ വെച്ചു, അടുത്ത് ഇങ്ങനെയാണ് വരിക അല്ലെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ലാപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് 5 സെന്റിമീറ്റർ ലാപ്പ് വരണമെങ്കിൽ അത് എന്തായിരിക്കണം? 5 സെന്റിമീറ്റർ ലാപ്പ് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹെഡർ ബോർഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നമുക്ക് അതിന്റെ സൈസ് അറിയാമല്ലോ, നമുക്ക് ബേസിക് സൈസ് ഓഫ് ബ്രിക്ക് അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹെഡർ ബോണ്ട് ആണ് അവിടെ ആൻസർ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു ചെറിയ സെന്റൻസ് എഴുതി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. മോർട്ടാർ ബോക്സ് ഈസ് മെയ്ഡ് ഓഫ്? മോർട്ടാർ ബോക്സ് എന്തുകൊണ്ട് മെയ്ഡ് ചെയ്യാം? സ്റ്റീൽ, റബ്ബർ, പ്ലാസ്റ്റിക്, എന്ന് വേണമെങ്കിൽ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. വിച്ച് വൺ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സാൻഡ്? ഇത് ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സീ സാൻഡ്, ക്രഷിംഗ് സ്റ്റോൺ സാൻഡ്, റിവർ സാൻഡ്, പിറ്റ് സാൻഡ്. ഓക്കെ, ഓഫ് കോഴ്സ് ക്രഷിംഗ് സ്റ്റോൺ സാൻഡ് ഈസ് ആർട്ടിഫിഷ്യൽ സാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ബ്രിക്സ് ആർ ലേഡ് ലെങ്ത് വൈസ് ഹാഫ് പിക് ലാപ്പ്? വിച്ച് ബോൺ ബ്രിക്സ് ആർ ലേഡ് ലെങ്ത് വൈസ് ഹാഫ് പിക് ലാപ്പ്? എന്താണ്? സ്ട്രക്ചർ ബോണ്ട്. സ്ട്രക്ചർ ബോണ്ട് ഈസ് റൈറ്റ് ആൻസർ. ഇതൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നില്ല. The strength of brick depends upon quality of mortar, quality of brick, the method of binding to be used, all of the A ആണോ, B ആണോ, C ആണോ, D ആണോ? Okay, option D is the right answer. Next, for what thickness the partition walls of structure bond used? For what thickness the partition walls of structure bond? അപ്പൊ നമുക്കറിയാം സ്ട്രക്ചർ ബോണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നീളം കൂടിയ ഭാഗം ഈ വശം ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കും നമ്മൾ പോവാ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എത്ര കയറിപ്പോയി? ഓക്കെ, 19, 9, 9 ആണല്ലേ പഠിച്ചത്. അപ്പൊ 19 ഇവിടെ കയറി പോയിരിക്കും. അപ്പൊ ഇവിടെയും 19, ഇവിടെയും 19. ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്രയുണ്ട്? സി, ഇവിടേക്ക് എത്ര വരും? ഓക്കെ, അപ്പൊ ഇതായിരിക്കുമല്ലോ നമ്മുടെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ തിക്നെസ് എന്ന് പറയുന്നത് നോർമലി എത്ര വരും? ഒരു 10 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. Next question, Anglo-Squin junction is generally squin junction. അപ്പൊ Anglo-Squin junction നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നോർമലി 45 ഡിഗ്രിയാണ് സ്ക്വിൻ ജംഗ്ഷന്റെ ആംഗിൾ വരുന്നത്. പ്രധാനമായിട്ടും നോക്കാം, ഇവിടെ ഒരു ബേസിക് ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരിക്കലും എന്താവരുത്, 90 ഡിഗ്രി ആവരുത് എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആംഗ്ലോ സ്ക്വിൻ ജംഗ്ഷൻ ജനറലി അറൌണ്ട് 45 ഡിഗ്രി എന്ന് പറയാം. സ്ക്വിൻ ജംഗ്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് മെസണറി ജോയിന്റ് ദാറ്റ് occurs when two walls meet at an angle other than 90 ഡിഗ്രി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ടൈപ്പ് ഓഫ് ജോയിന്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ ഇതും നമുക്ക് എന്ത് വന്നിട്ടില്ല, അധികം ആർക്കും മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. A spade is a tool primarily for. Spade എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? Spade is a tool primarily for digging soil, plastering, waterproofing and bricklaying. Okay, ഇത് സ്പേഡ് എന്ന് പറയുന്നത് എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോട്ടാറിനെ മിക്സ് ചെയ്യാനും കോൺക്രീറ്റിനെ മിക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. തൂമ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ടൂൾ സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ ടൂൾ സ്റ്റീൽ മാനുഫാക്ചറിംഗ് മുമ്പ് ഒരു ചോദ്യമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ സ്പേഡ് ഇസ് എ ടൂൾ പ്രൈമർലി ഫോർ ഡിഗിങ് സോയിൽ എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് കൃത്യമായ ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൂൾസ് യൂസ്ഡ് ഫോർ മിക്സിംഗ് കോൺക്രീറ്റ്? കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടൂളുകളിൽ ഇപ്പോൾ നമുക്ക് പിക്കാക്സ്, ട്രവൽ, ഹാക്കോ ഒന്നും നമുക്ക് എന്തിനോട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന മിക്സിംഗ് കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഷോവൽ തന്നെയാണ്. അപ്പൊ ഷവൽ ഈസ് യൂസ്ഡ് ഫോർ മിക്സിംഗ് കോൺക്രീറ്റ് ആൻഡ് ആൾസോ ഫോർ ക്യാരിങ് കോൺക്രീറ്റ് ടു മോട്ടോർ ടാങ്ക്സ് എന്നും കൂടെ വരാം. അതായത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷവൽ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ഈ കോൺക്രീറ്റ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കോർത്തെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹൗക്ക് പോലുള്ള ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേറ്റ് വിത്ത് എ ഷോർട്ട് ഹാൻഡിൽ ആൻഡ് ഈസ് യൂസ്ഡ് മെയിൻലി ടു ഹോൾ മോട്ടാർ. വാട്ട് ഈസ് ദിസ് ടൂൾ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ജോയിന്റ് ഫില്ലർ, ഷോവൽ, സ്പേഡ്. ഓക്കെ, ഇപ്പൊ സ്പേഡ് എന്താണ്, തൂമ്പിയാണ്. അത് അറ്റ്ലീസ്റ്റ് നമുക്ക് തന്നെ മലയാള വാക്കുകൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് അത് ആൻസർ ചെയ്യാം. ഷോവൽ പിന്നെ നമുക്ക് ഷോവൽ എന്ന് തന്നെയാണ് നോർമലി പറയാറ്. ഇവിടെ എന്താണ് ടൂൾ? ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗക്കാണ്, HAWK. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്? നമ്മുടെ മോട്ടാറിനെ
ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഷോർട്ട് ഹാൻഡിലായിരിക്കും. ആ ഒരു ക്വസ്റ്റിനിൽ തന്നെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഹോക്ക് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. കാരണം ഷോലും സ്പേഡും ജോയിന്റ് ഫിൽറ്ററും നമുക്ക് ഓൾറെഡി അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ എ സർഫേസ് ഈസ് ഹൊറിസോണ്ടൽ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സർഫേസ് ഈസ് ഹൊറിസോണ്ടൽ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. അവിടെ നമുക്ക് വെർട്ടിക്കൽ അല്ല ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് പ്ലംബ് റോൾ, അതുപോലെ തന്നെ മേസൺ സ്കോർ, ഇതൊക്കെ നമ്മൾ 90 ഡിഗ്രി വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടലാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് സ്പിരിറ്റ് ലെവൽ, നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ബ്രിക്സ് ആർ യൂസ് ടു വേർ ദ കൺസ്ട്രക്ഷൻ ഹാസ് ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓഫ് കോഴ്സ് ഏതായിരിക്കും? ഫയർ ക്ലേ ബ്രിക്സ് ഈസ് ദ റൈറ്റ് ആൻസർ. വിത്തൗട്ട് എനി ഡൗട്ട് ആൻഡ് വിത്തൗട്ട് എനി തിങ്കിങ് നമുക്ക് അത് ആൻസറിലേക്ക് പോകാം. RCC എന്ന് പറഞ്ഞാൽ എന്താണ്? RCC എന്ന് പറഞ്ഞാൽ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. ബ്രിക്സ് ആർ ലെയ്ഡ് വിത്ത് ഫ്രോഗ്. ഫ്രോഗ് എവിടെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്? ഫ്രോഗ് അപ്പിലാണ് അല്ലെ? ഫ്രോഗ് എപ്പോഴും മുകൾ വശത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? The plaster may be applied one or more coats, but the thickness of single coat should not exceed. ഇതൊരു വാല്യൂ ആണ്, നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. 12 mm ആണ് നോർമൽ പ്ലാസ്റ്ററിംഗ് തിക്നെസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് വെയിറ്റ് ബൈ ക്രഷ്ഡ് ഗ്രാവൽ സാൻഡ് ത്രൂ സീവ് നമ്പർ 120. നമ്മുടെ സിലബസിൽ ലാസ്റ്റത്തെ ഒരു വരി പറഞ്ഞത് അതിന് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് ക്രഷ്ഡ് ഗ്രാവൽ സാൻഡ് ത്രൂ സീവ് നമ്പർ 120 ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചാർട്ട് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ചാർട്ട് പ്രകാരമാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാണ്? 120 ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 120 45 തൊട്ട് 85 വരെയാണ്. അപ്പൊ ഇത് നമുക്ക് വേറെ ഡൗട്ടിൽ 45 തൊട്ട് 85 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് 120 ഇൻ ബിറ്റ്വീൻ, ഇതിന്റെ ഇടയിൽ നിന്നൊരു വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. അവിടെ നമ്പർ 15 നമ്പർ 480 ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെയുള്ള വാല്യൂസ് പഠിക്കേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇങ്ങനെയുള്ള പരീക്ഷകൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പോലെ പരീക്ഷകളിൽ കൺസെപ്റ്റിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ബൈഹാർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് മാർക്സ് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അപ്പൊ നാച്ചുറൽ ക്രഷ്ഡ് ഗ്രാവൽ സാൻഡ് നമ്പർ 120 എത്രയാണ്? 45 to 85 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ചാർട്ട് കൃത്യമായി തന്നെ പഠിക്കുക. ഇത് നമുക്ക് വേറെ വഴികളൊന്നുമില്ല, നമുക്ക് അതുപോലെ തന്നെ പഠിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ISU നമ്പർ 480 തൊട്ട് 15 വരെയുള്ള ചാർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതൊന്ന് 2 or 3 തവണ റിവിഷൻ ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാനാണ്. അപ്പം കാരണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത് ഒരു 2 or 3 തവണയെങ്കിലും നമ്മൾ ഈ കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ 120, 45 to 85 ആണ് നമുക്ക് വെട്ടിപ്പാട് അറിയണം. നമ്പർ 15 0 to 10 ആണെന്ന് കൃത്യമായി ഓർത്തിരിക്കാം. ഓക്കെ, കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ക്രഷ്ഡ് ഗ്രാവൽ സാൻഡും ക്രഷ്ഡ് സ്റ്റോൺ സാൻഡും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വാല്യൂസിലില്ല. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൽ നിന്ന് ചുരുക്കം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ നോട്ട്സ് ഒക്കെ നമ്മൾ 2, 3, 4, 5 തവണയൊക്കെ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് ചില വരി കിട്ടില്ല, നിങ്ങൾ വരിയിടാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കയറി വരും. ഓക്കെ, അപ്പോൾ അതും അതിന്റെ വഴിക്ക് ഇങ്ങനെ നടന്നോളും. ഓക്കെ, അപ്പോൾ റിവിഷനൊക്കെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിലുള്ള ടോപ്പിക്ക് ഞാൻ ഉടൻ തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഉടൻ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കുക. അപ്പൊ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.